ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. എനിക്കിന്ന് കുറച്ച് മാങ്ങ കിട്ടി. അത് വെച്ച് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു റീൽസിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മാമ്പഴ പുളിശ്ശേരി, അതുണ്ടാക്കി നോക്കിയാലോ. വരും. ഞാനിവിടെ 4 മാങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. നല്ല നാട്ടു മാങ്ങയാണ്. നല്ല 4 നാട്ടു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. അപ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിൽ ഞാൻ ഒരു പിടി തേങ്ങ എടുത്തേ. ഒരു പിടി തേങ്ങ എടുത്തു. അതിലേക്ക് കുറച്ച് തൈര്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുത്തു. എന്നിട്ട് ഞാനതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണേ. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മാങ്ങ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ഈ ശർക്കരപ്പാനി ആ മാങ്ങയിലൊക്കെ ഒന്ന് പിടിക്കണ്ടേ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തള വരുന്നവരെ, അതായത് ഒന്ന് കുറുകി ശർക്കരയായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിന് മുന്നേ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ഒഴിച്ചെടുത്ത് എന്നിട്ട് ഒന്ന് കുറുകി വരുന്നവരെ, അതായത് മാങ്ങയും ശർക്കരപ്പാനിയും ഒന്ന് യോജിച്ചൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും ഞാൻ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ അരപ്പ് ഞാൻ നന്നായിട്ട് കുറുകി വന്ന് കണ്ടോ, ഈ അരപ്പ് ഞാൻ ഈ കുറുകിയ മാങ്ങയിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. മാങ്ങയിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അരപ്പൊക്കെ ഒന്ന് മാങ്ങയിലേക്ക് ഒന്ന് എത്തട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ടിത് ചെറിയൊരു തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ കടുക് പൊട്ടിച്ച് വറവ് ചെയ്തു കേട്ടോ. കടുക് പൊട്ടിച്ച് വറവ് ചെയ്ത് കൊടുത്തു. അവസാനം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.